നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ താരങ്ങളായ അഭിലാഷ് ആട്ടയവും സുനിമോളുമാണ്. നമസ്കാരം. നമസ്കാരം. അഭിലാഷ് ആട്ടയത്തിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിച്ച രണ്ട് താരങ്ങളാണ് നിങ്ങൾ ഒരിടയ്ക്ക്, അല്ലെ? ഒരു ലിപ് ലോക്ക് സംഭവം ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായി, വിവാദങ്ങളായി, ഒരുപാട് ആളുകൾ പല പല വീഡിയോസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് പറയാമോ അതിന്റെ ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം? അതിന് മുമ്പ് കത്തിച്ചൊന്നും ഞാൻ പറഞ്ഞു കത്തിയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് കത്തിയായിരുന്നു. കാരണം ഏറെ എനിക്ക് ചേച്ചിയുടെ അഭിപ്രായം അറിയണ്ട. നമ്മള് പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല, അപ്പോഴും നമ്മളങ്ങനെ ലിപ്ലോക്ക് ചെയ്തു, അങ്ങനെ വൈറലായി. അപ്പൊ ആ ഒരു സംഭവം ചെയ്തതിനു ശേഷം ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ആദ്യം ഒന്ന് കളിയാക്കിയായിരുന്നു, സിനിമ ഇങ്ങനെ ലിപ്ലോക്ക് ഒക്കെ ചെയ്ത് ഒറിജിനലാണോ എന്ന് ചോദിച്ചു. ബോയ് ഫ്രണ്ട് ആയിരുന്നു കൂടുതൽ എനിക്ക് സപ്പോർട്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട്സും എനിക്ക് ബോയ് ഫ്രണ്ട് ആയിരുന്നു സപ്പോർട്ട്. ഇപ്പോഴും അവര് സപ്പോർട്ട്. ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പം ഒരു ഷെയ്ക്കാൻഡേനെയും ലിപ്ലോക്ക് എന്നാ കളിയാക്കുന്ന. സുനി പുള്ളി ചോദിച്ചതിന് മറുപടി നമ്മൾ കൊടുത്തില്ലല്ലോ. ഇത് ചെയ്യാനുള്ളൊരു കാരണം ചോദിച്ചിട്ടാണ്. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയുള്ള ഒരു പരിപാടിയാണ്, സ്വപ്നമാണ്. ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ കാരണം എന്ന് വെച്ചാൽ അത് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഒരു ഘടകമാണല്ലേ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. നിസ്സാരമല്ല അത്. കാരണം ഓടിച്ചെന്ന് നമ്മൾ എന്താ പറയുക, ഇതിൽ കടയിൽ നിന്ന് അരക്കിലോ മനസ്സാരം അങ്ങനെ പോലെ എല്ലാം അറിയാം. അപ്പൊ ഞാന് ആ ഇടയ്ക്ക് പെരേര സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വാർത്ത ഉണ്ടായി. നമ്മുടെ രേണു സുധീരെ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഒരു ചർച്ച വന്നു. എല്ലാവരും അത് നെഗറ്റീവും പോസിറ്റീവായിട്ട് ചർച്ച വന്നു. അപ്പൊ ഞാൻ അന്നേരം എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ ഇനിയിലേക്ക് വലിച്ച് ഇറക്കേണ്ട കാര്യമില്ല, എടാ നിനക്ക് ചർച്ച വേണം. കാരണം പലരും ഇതിൽ വന്നേക്കണവര് പല ചർച്ചയിലൂടെയാണ് വന്നത്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ചർച്ചയിലൂടെയാണ് വന്നേക്കണം. അപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വീഡിയോ പിടിക്കുന്ന സമയത്തും ചിലരും പറഞ്ഞു, ആ വ്യക്തികളുടെ പേര് നമ്മൾ പറയണത് ശരിയല്ല, അത് അങ്ങനെ സംഭവിച്ചൊരു കേസ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിയുമ്പോൾ നേരെ വീട്ടിലേക്കാണ് പോണത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് പോണേ, നമ്മുടെ കൂട്ടുകാരെ ഫേസ് ചെയ്യും. ഇതൊന്നും ചിന്തിച്ചില്ല ആ നിമിഷം. സുനിമോളാണെങ്കിലും എല്ലാവരും ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങള് ലിപ് ലോക്ക് സീൻ ചെയ്തപ്പോഴാണ് നിങ്ങള് സുനി ചേച്ചിനെ ആളുകൾ കൂടുതൽ അറിഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്തിട്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങള്? ഞാൻ നെഗറ്റീവ് കണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് പച്ചത്തെറിയൊന്നും ഞാൻ നോക്കാറില്ല. അല്ല, പലരും റീൽസ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. ഇതാണ് അയാള്, ഷാജി 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 പാപ്പറല്ല, ഷാജി. അപ്പൊ ഇവനോട് രണ്ട് വർത്തമാനം എനിക്ക് പറയാനുണ്ട്. ഷാജി കേട്ടോ, ഇവൻ ചിലപ്പോ ഇതിലോട്ട് റീച്ച് ആവുമെന്ന് തോന്നുന്നു. കാരണം അല്ല, ഇവന് റീച്ച് ആവാൻ വേണ്ടിയുള്ള ഒരു കളിയാണ് കളിക്കുന്നതെന്നുള്ള കാര്യം ഏത് കൊച്ചിനും അറിയാം. ഇവര് കണ്ടന്റ് ഒന്നുമില്ല, കണ്ടന്റ്. അട്ട് ഇവൻ എന്താ പറഞ്ഞേ, ഇപ്പൊ നമ്മള് ഒരു ചാനലിൽ കയറി തെറി പറയുന്നത് ശരിയല്ലോ. അത് ചാനലിനെയും ബാധിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അത് എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ ഒരു ഇതിൽ വരും. അപ്പൊ പറയുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഷാജി, നിനക്ക് എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന്താന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ മോന്ത ഇപ്പൊ ചോക്ലേറ്റിനെ പോലെ ഇരിക്കുന്നത് ഞാൻ പറയണമെന്നില്ല. എന്റെ മുഖം ഇതുപോലെ തന്നെയാണ്, ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്, മനസ്സിലായില്ലേ? പിന്നെ നിന്റെ മോന്തയും കൂടെ ഇടയ്ക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമുക്ക് എന്താ മുഖമോ അല്ലെങ്കിൽ ഗ്ലാമറൊന്നും അല്ല, നമുക്കൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് എന്താ പറയാ, നമുക്ക് ആയുസ് തീരണം വരെ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണേൽ ഏറ്റവും നല്ലത്. അല്ല കുറെ സൗന്ദര്യം കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ നേരിട്ട് മെസ്സേജ് അയച്ചായിരുന്നു, എനിക്ക് കലിപ്പ് കയറിയിട്ട്. അപ്പോഴ് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ചിരിക്കുന്നത്? കരയിപ്പിക്കണമെങ്കിൽ വരെ. അന്നേരം ഞാൻ പറഞ്ഞു വാടാന്ന്. അന്നേരം എന്നെ കിട്ടിയ അവൻ അടിക്കുമെന്നുള്ള ഇതിലാണ് അവൻ സംസാരിച്ചേക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫ്രണ്ട് അവൻ ഗൾഫിലാണെന്നും കണ്ട് പറയുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, വാ നേരിട്ട് വാ, നീ ഈ വീഡിയോക്കകത്തിരുന്ന് നീ അടിക്കും അങ്ങനെ ഇങ്ങനെയാന്ന് പറയാതെ നേരിട്ട് വാ. നേരിട്ട് വന്നു കഴിഞ്ഞാൽ അടി ഞാൻ പൊട്ടിക്കും, അത് ഉറപ്പ് തന്നെ. മോശമായിട്ടാണ്. അല്ല, അവന് ഞങ്ങളുടെ വീഡിയോ മാത്രമല്ല, ഓരോരുത്തരുടെ വീഡിയോ അവൻ ചൊറിഞ്ഞിട്ട് ഇടുന്നുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, മനസ്സിലായോ?
എടാ ഷാജി നമ്മളെ കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് തിരിച്ച് എടാ നിന്റെ കൂടെ വരില്ലായിരിക്കും ചിലപ്പോ നമ്മുടെ കൂടെ വന്നോണ്ടല്ലേ നീ കാണുന്നത്. എന്റെ കൂടെ ചിലപ്പോ ആൾക്കാർ റീൽ ചെയ്യാൻ വരണായിരിക്കും. അല്ല അതിന് അവനെന്താണ്, നമ്മൾ അവന്റെ അടുത്തേക്ക് പോകണല്ലോ. അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവന്റെ അടുത്തേക്ക് നമ്മൾ പോണില്ലോ. ഷാജി എന്ന് പറഞ്ഞ ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? എടാ നീ ചെയ്യുന്ന വീഡിയോസ് സ്വന്തം കണ്ടല്ല, കരക്കാരെ വീഡിയോ മോഷിച്ചുകൊണ്ട് പല ചാനലുകാർ കഷ്ടപ്പെട്ട് എടുക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവൻ മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അവന്റെ വീട്ടിൽ വിളിക്കുന്ന രീതിയിലുള്ള പലരെയും വിളിക്കുന്ന രീതിയിൽ മൈത്താണ്ടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ അതിനും വലിയ തെറി പറയാൻ അറിയാം, പക്ഷെ അത് പറയുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു അത്ര തര തന്നിട്ടില്ല അവനെ അത്ര. അതുകൊണ്ട് തെറിയില് അവനാണെങ്കിൽ വെറും വൃത്തിയിട്ട രീതിയിലാണ് ഈ ചീത്തവാക്ക് എനിക്ക് മുട്ടി നിൽക്കുകയാണെന്നുള്ള സംസാരം വരെ ഇതിലുണ്ട് വീഡിയോക്കകത്ത്. മനസ്സിലായി? എന്നിട്ട് ഞങ്ങളൊരു പാർക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് റീൽ ചെയ്യാൻ വേണ്ടി ഈ ക്യാമറ എല്ലാം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അല്ല നമ്മള് ഒന്നും കാണിക്കൂല. അവൻ ആ മൈൻഡ് പോലും അവൻ അറിയത്തില്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഞങ്ങള് അല്ലാത്ത രീതിയിലൊന്നും കാണിക്കത്തില്ല. അത് അഭിനയം മാത്രമാണെന്ന് അവന് ചിന്തിക്കാനുള്ള മൂളവർക്കില്ല.